പ്രിയപ്പെട്ടവരെ, വേദിയിലുള്ള ആദരണീയരെ, പ്രസ് ക്ലബ്ബ് കുടുംബമേളയുടെ ഭാഗമായി വർഷം തോറും നാം സംഘടിപ്പിച്ചു വരുന്ന കായികമേളയ്ക്ക് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. നല്ല പങ്കാളിത്തം ഈ കായിക വിരുന്നിൽ പങ്കെടുപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഈ കായിക ഉത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് അമ്പൂട്ടി ഫുട്ബോളിൽ ഇന്ത്യയെ നയിക്കുന്ന വൈശാഖാണ്. വൈശാഖ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ നമ്മളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത്രയേറെ സജീവമായി നമ്മളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരാൾ വളരെ വിരളമായിരിക്കും. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നത് പ്രസ് ക്ലബിൻ്റെ അധ്യക്ഷൻ ശ്രീ EP മുഹമ്മദാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കളിയെഴുത്തിലെ വിസ്മയമായി തീർന്നിട്ടുള്ള ശ്രീ കമാൽ വരദൂർ ഈ ചടങ്ങിനെ ധന്യമാക്കാറുണ്ട്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഈ കുടുംബമേളയുടെ ജനറൽ കൺവീനറായിട്ടുള്ള ശ്രീ PS രാകേഷ് ഉണ്ട്. ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ്, അതേപോലെ തന്നെ നമുക്ക് ഈ ജേഴ്സി സമ്മാനിച്ചിട്ടുള്ള ഇമേജിൻ്റെ ഷോറൂം മാനേജറായിട്ടുള്ള ഹിരൺ ശശിയുണ്ട്. ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി EP മുഹമ്മദിനോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അമ്പൂട്ടി ഫുട്ബോളിൻ്റെ നാഷണൽ ക്യാപ്റ്റൻ SR വൈശാഖാണ്. വൈശാഖ് നമ്മുടെ ജില്ലക്കാരനാണ്. പേരാമ്പ്രക്കടുത്ത ആവള സ്വദേശിയാണ്. വൈശാഖ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജേഴ്സി സ്പോൺസർ ചെയ്തത് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ആണ്. ഇമേജിൻ്റെ കോഴിക്കോട് ഷോറൂം മാനേജർ ഹിരൺ ശശിയും ഇവിടെയുണ്ട്. നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. നമ്മുടെ കായികമേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വൈശാഖിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലൊരു സ്പോർട്സ് മീറ്റ് ഇവിടെ നടക്കുന്നുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഇത്രയും തിരക്ക് പിടിച്ചൊരു ജീവിതത്തിനിടയ്ക്കിലും നിങ്ങൾ സ്പോർട്സിന് വേണ്ടി ഒരു സമയം മാറ്റി വെക്കുന്നുണ്ട് എന്നറിയുന്നത് വലിയ കാര്യമാണ്. പലരും അതിനുവേണ്ടി സമയം മാറ്റി വെക്കാത്തൊരു കാലഘട്ടത്തിൽ കൂടിയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമേ തന്നെ എന്നെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്താ പറയുക, ഞാനിവിടെ വന്നിട്ട് സ്പോർട്സിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കമാൽ വരദൂർ സാറിനെയൊക്കെ പോലെയുള്ള ആളുകൾ നിൽക്കുന്ന വേദിയിൽ സ്പോർട്സിനെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് പറയേണ്ട ആവശ്യമില്ല. എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്പോർട്സ് എന്ന് പറയുന്നത് കളിക്കുക ജയിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെയൊക്കെ ജീവിതം മാറ്റി മറിക്കാൻ കഴിവുള്ള ഒരു സംഗതിയാണ് സ്പോർട്സ് എന്നാണ് പറയുന്നത്. എൻ്റെ ജീവിതം മാറ്റി മറിച്ചത് ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു കളിയാണ്. ഞാനും നിങ്ങളെയൊക്കെ പോലെ തന്നെ 2 കാലിൽ നടന്ന ആളാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് ജില്ലയിൽ ഒരു ഫുട്ബോൾ ടീമിൻ്റെ സെലക്ഷനായിട്ട് ബന്ധപ്പെട്ട യാത്രയിലാണ് എനിക്ക് അപകടം പറ്റുകയും KSRTC ബസ് തട്ടി എൻ്റെ കാല് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടൊക്കെയാണ് കാല് മുറിച്ച് കളഞ്ഞത്. അപ്പോൾ കാല് മുറിച്ച് കഴിഞ്ഞ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ സങ്കടം ഫുട്ബോൾ കളിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ മിലിറ്ററിക്കാരനാവാൻ പറ്റൂല എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച 2 കാര്യങ്ങൾ, ഒന്നുകിൽ ഒരു ഫുട്ബോൾ കളിക്കാരനാവണം, ഇല്ലെങ്കിൽ ഒരു മിലിറ്ററിക്കാരനാവണം എന്നുള്ളതായിരുന്നു. അത് രണ്ടും നടക്കൂല എന്നുള്ള ചിന്തയൊക്കെ എനിക്ക് അന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്തിട്ട് ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ എന്നെ പ്രാപ്തനാക്കിയത് ഫുട്ബോൾ എന്ന് പറയുന്ന കളിയും എനിക്ക് കളിക്കളങ്ങളിൽ നിന്ന് കിട്ടിയ സൗഹൃദങ്ങളാണ്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ സൗഹൃദങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, അത്രയും കൂടുതൽ അറ്റാച്ച്മെന്റ് തോന്നുന്നത് ഗ്രൗണ്ടിലുള്ള സൗഹൃദങ്ങൾക്കാണ്. ആ സൗഹൃദമാണ് എന്നെ ഇന്ന് ഇവിടെ എത്തിക്കാൻ വേണ്ടി സാധിച്ചത്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അപകടം പറ്റിയതിന് ശേഷം എന്നെ നോക്കിക്കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും എന്നെ വളരെ സങ്കടത്തോടെയും സഹതാപത്തോടെയൊക്കെയാണ് നോക്കിക്കണ്ടത്. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് സങ്കടത്തോടെയും സഹതാപത്തോടെയൊക്കെയുള്ള പരിചരണങ്ങളാണ്. പക്ഷെ എൻ്റെ സുഹൃത്തുക്കളാണ് എന്നെ വീണ്ടും കിടക്കുന്ന കളിക്കളത്തിലേക്ക് ചിരിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോയത്. എൻ്റെ സുഹൃത്തുക്കളാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അപകടത്തിന് ശേഷം എനിക്ക് വീണ്ടും ഒരപകടം പറ്റിയിട്ടുണ്ട്, സൈക്കിൾ ഓടിക്കാനൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതിനൊക്കെ ശേഷവും
എന്നോട് ഡോക്ടർമാർ ഒരിക്കലും ഒരു ബെൽറ്റിന്റെ സഹായം ഇല്ലാണ്ട് നിൽക്കാനും നടക്കാനൊന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞ സമയത്തും അതൊക്കെ ഫിസിയോതെറാപ്പി ചെയ്ത് ശരിയായി വന്നിട്ട് ഞാൻ എൻ്റെ അനിയൻ ഒരു ഫുട്ബോൾ പ്ലെയർ ആണ്. അനിയൻ കളിക്കുന്ന ബോൾ എടുത്തിട്ട് വീട്ടിന്റെ മുറ്റത്തുനിന്ന് ഒരുപാട് തട്ടി പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ നാട്ടിലുള്ള ഞാൻ അതുവരെ കളിച്ച ഫാൽക്കൺസ് കുട്ടോത്ത് എന്ന് പറയുന്ന ക്ലബ്ബിൽ പോയിട്ട് കളിക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്റ്റോപ്പർ ബാക്കും വിങ് ബാക്കും ഒക്കെയാണ് കളിക്കുക. അപ്പോൾ കളിയുടെ ഇടയ്ക്ക് എൻ്റെ സ്റ്റിക്ക് തട്ടി താഴെ ഇടും. അതേപോലെ ഞാൻ സ്റ്റിക്ക് എടുത്തിട്ട് കാലിന് ഇടുകയൊക്കെ ചെയ്യലുണ്ട്. അപ്പോൾ അതൊക്കെ നോർമലായിട്ടുള്ള ഒരാളപ്പോൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് എന്നെയും കാണുന്നത്. അതാണ് എന്നെ ജീവിതത്തിൽ എനിക്ക് വലിയ വിജയങ്ങൾ കൈവരിക്കാൻ വേണ്ടി സഹായിച്ചതായ ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും പരിഗണിക്കപ്പെടുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പല ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുള്ള വീടുകളിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും വീട്ടുകാർ വീട്ടിൻ്റെ ഉള്ളിൽ ഒരുക്കി കൊടുത്ത് പരിഗണിച്ച് അവരെ 4 ചുമരിൻ്റെ ഉള്ളിൽ ഒതുക്കി തീർക്കുകയാണ് ചെയ്യുക. ഒരിക്കലും ഇതുപോലുള്ള ആളുകൾക്ക് പരിഗണനയല്ല, പുറത്തേക്ക് ഇറങ്ങാനുള്ള അവസരങ്ങളാണ് വേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വീൽ ചെയറിലിരിക്കുന്ന ഒരാൾക്ക് കയറി ചെല്ലാൻ പറ്റിയ ഹോട്ടലുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് സഞ്ചരിക്കാൻ പറ്റിയ ബസ്സോ കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല. പൊതുസ്ഥലങ്ങളിൽ പോയാൽ ഒരു വീൽ ചെയർ കയറി ചെല്ലുന്ന ടോയ്ലറ്റുകൾ വീൽ ചെയറിലുള്ള ആൾ പോയിട്ട് നോർമലായിട്ടുള്ള ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിലും കോലത്തിലും നല്ല നമ്മുടെ നാട്ടിലുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ മാറണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പരിഗണനയല്ല, ഇങ്ങനെയുള്ള അവസരങ്ങളാണ് ഇതുപോലുള്ള ആളുകൾക്ക് വേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ എന്താ പറയുക, എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഞാനും ഇങ്ങനെ 2 കാലില്ലാണ്ട് ഒരു കാല് ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ നിലവിൽ ഇന്ത്യൻ ആംബ്യൂട്ടി ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനാണ്. ഞാൻ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് കളിച്ചത് വോളിബോളാണ്. അപ്പോൾ വോളിബോൾ കളിച്ച് തിരിച്ചു വന്നതിന് ശേഷം കളിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ആംബ്യൂട്ടി ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ടീമില്ലായിരുന്നു. എന്നതിന് ശേഷമാണ് ആ ടീം ഉണ്ടാവതും ഫുട്ബോൾ കളിയൊക്കെ തുടങ്ങിയത്. ഞാൻ ആംബ്യൂട്ടി ഫുട്ബോളൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നോർമൽ ഫുട്ബോൾ കളിക്കാനാണ്. ഞാൻ നോർമൽ ഫുട്ബോളാണ് കൂടുതൽ കളിക്കുന്നത്. ISL നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ കൂടെ കളിക്കാനും അവരുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് പങ്കെടുക്കാനൊക്കെയുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുകയാണ്. അതേപോലെ അങ്ങനെ ഒരു അവസരം ലഭിച്ചത് കോഴിക്കോട് മലബാർ യുണൈറ്റഡ് FC വേണ്ടിയിട്ട് ഒരു 11 ഫുട്ബോൾ ടൂർണമെന്റ് കളിക്കുന്ന സമയത്ത് ആ ടൂർണമെന്റിന്റെ വീഡിയോ ടിക്ടോക്കിലും ഫേസ്ബുക്കിലൊക്കെ വൈറലായപ്പോഴാണ് എനിക്ക് ISL പോകാനുള്ള അവസരമൊക്കെ ലഭിച്ചത്. അതേപോലെ അർജന്റീനയുടെ അണ്ടർ 23 ടീമിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാനും കളിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അന്ന് ആ ടീമിന്റെ കോച്ച് മറഡോണ വേൾഡ് കപ്പ് കളിച്ച സമയത്ത് ആ ടീമിന്റെ വിങ് ബാക്ക് കളിച്ച ജൂലിയോ ലാത്തിക്കേഷ്യ എന്ന് പറയുന്ന പ്ലെയർ ആയിരുന്നു അന്ന് ടീമിന്റെ കോച്ച്. കളി കഴിഞ്ഞിട്ട് ആ ടീമിന്റെ കോച്ചോ അർജന്റീനയുടെ ഒഫീഷ്യൽ ക്യാപ്പൂരി എനിക്ക് തന്ന സന്ദർഭമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാര്യമാണ്. എന്താ വെച്ചാൽ കളി കഴിഞ്ഞിട്ട് അത്ഭുതം കൊണ്ട് കുളിക്കാൻ മറന്നു ഒരു ദിവസമാണത്. ബാക്കി എല്ലാ ദിവസവും കുളിക്കലുണ്ടല്ലോ. അങ്ങനെയുള്ള സന്ദർഭമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ നോർമൽ ഫുട്ബോളിൽ ബഹറിൽ യുവ കേരള എന്ന് പറയുന്ന ടീമിന് വേണ്ടി കളിക്കാനും ആ ടൂർണമെന്റിലെ ടൈറ്റിൽ വിൻ ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോഴും നോർമലായിട്ടുള്ള ആളുകളുടെ കൂടെ കളിക്കാനാണ് ഇഷ്ടം. അതേപോലെ എനിക്ക് എന്താ പറയുക, ഇങ്ങനെ സാധാരണ നാട്ടും പുറത്തുനിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എൻ്റെ നാട്ടിലൊക്കെ ഒരുപാട് കായിക താരങ്ങളുണ്ട്. ഫുട്ബോൾ പ്രൊഫഷണലായിട്ട് എങ്ങനെ കളിക്കണം എന്ന് അറിയാത്തത് കൊണ്ട് ഒരുപാട് സ്കില്ലും കഴിവും ടാലൻ്റ് ഒക്കെ ഉണ്ടായിട്ടും നാട്ടിലുള്ള ഗ്രൗണ്ടുകളിൽ തന്നെ കളി അവസാനിപ്പിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ആൾക്കാരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കോച്ചിങ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇന്ത്യയിൽ ഒരു കോച്ചിങ് ലൈസൻസ് എടുത്തത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കോച്ചിങ് ലൈസൻസ് എടുക്കുന്ന ആംബ്യൂട്ടി ഫുട്ബോൾ പ്ലെയർ ഞാനാണ്. അതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് കാണുകയാണ്. ഞാനിങ്ങനെ ഫുട്ബോൾ കളിക്കും പോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള മറ്റു വിഷയങ്ങൾ എന്ന് പറയുന്നത് അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്രകളാണ്. പാരാഗ്ലൈഡിങ്, സ്കൂബ ഡൈവിങ്, ട്രെക്കിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് എന്നെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരും. ഞാൻ വിശ്വസിക്കുന്നത് ഈ ഭൂമിയിൽ പിറന്നു വീണ എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരും. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ് വന്നത്. ഇന്ത്യൻ ഫുട്ബോളിലെ
എക്കാലത്തെ ഇതിഹാസമായ VP സത്യൻ എന്ന് പറയുന്ന ലെജൻഡിനെ കുറിച്ച് ഇറങ്ങിയ ഒരു പടമാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ജയസൂര്യാണ് അഭിനയിച്ചത്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ പടത്തിലൊക്കെ ഒരു ഡയലോഗ്, ഒരു കളിക്കാരന്റെ ആയുസ് അവന്റെ കാലുകളാണെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഒരു കളിക്കാരന്റെ ആയുസ് അവന്റെ തീരുമാനങ്ങൾ മാത്രമാണെന്നാണ്. ഒരു കളിക്കാരൻ്റെ എന്നല്ല, നമ്മളെയൊക്കെ എന്താണെന്ന് നിശ്ചയിക്കേണ്ടത് എപ്പോഴും നമ്മുടെ തീരുമാനങ്ങളായിരിക്കണം. അതേപോലെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ സങ്കടപ്പെടാതിരിക്കുക. എന്താ പറയുക, ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 2 എന്ന് പറയുന്ന ദിവസമാണ്. എൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ മറന്നാലും ഞാൻ ആ ദിവസമാണ് ഏറ്റവും ഗംഭീരമായിട്ട് ആഘോഷിക്കൽ. ഞാൻ ഇന്ത്യക്ക് വേണ്ടി വോളിബോൾ കളിച്ചപ്പോഴും ഫുട്ബോൾ കളിച്ചപ്പോഴൊക്കെ 2-ാം നമ്പർ ജേഴ്സി ഇട്ടിട്ടാണ് കളിച്ചത്. ഞാൻ ക്ലബ്ബുകൾക്ക് വേണ്ടി സെവൻസ് ഒക്കെ കളിക്കാൻ പോകുമ്പോഴൊക്കെ ജേഴ്സി സെലക്ട് ചെയ്യാനുള്ള അവസരമൊക്കെ ലഭിക്കുമ്പോൾ ഞാൻ 2-ാം നമ്പർ ജേഴ്സി ഇട്ടിട്ടാണ് കളിക്കുക. എനിക്ക് അതിനോട് ഇത്ര ഇഷ്ടം, ഇത്ര പ്രണയമൊക്കെ തോന്നാനുള്ള കാരണം എനിക്ക് അപകടം പറ്റിയിട്ട് കാല് മുറിച്ച് കളഞ്ഞ ദിവസമാണ് സെപ്റ്റംബർ 2. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് എൻ്റെ കാല് സ്വർഗത്തിൽ പോയ ദിവസമാണ് സെപ്റ്റംബർ 2 എന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ ആ ദിവസം അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടത് കൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റൂല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ് സങ്കടപ്പെടുക എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ പറ്റി, ഇങ്ങനെ പറ്റി, എൻ്റെ കാല് മുറിച്ച് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ആർക്കും പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ളതാണ് ധീരത. അപ്പോൾ സങ്കടപ്പെട്ടിരുന്നത് കൊണ്ട് ഒന്നും നേടാനാവില്ല. നിങ്ങളൊക്കെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സങ്കടപ്പെട്ടിരിക്കാതിരിക്കുക, അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഭൂരിഭാഗവും എന്താ പറയുക, രക്ഷിതാക്കളും കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു കാര്യോടെയും പറഞ്ഞ് നിർത്താം. നമ്മളൊക്കെ ഈ അടുത്ത് വേൾഡ് കപ്പ് നടന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ പല ചർച്ചകളിലും ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും പറയുന്നത്, ഇത്രയും കൂടി ജനങ്ങൾ ഉണ്ടായിട്ട് ഏഷ്യൻ രാജ്യങ്ങളൊക്കെ ഫുട്ബോളിൽ ഒരുപാട് മുന്നോട്ട് നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കൂടി ജനങ്ങൾ ഉണ്ടായിട്ടും നമ്മളെ നാട്ടുകാരെവിടെ എത്താണ്ടായി പോയെന്നുള്ള ചോദ്യം വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഭൂരിഭാഗം ആൾക്കാർ ഇപ്പോഴും പറയുന്നത് ഇന്ത്യക്കാർക്ക് സ്റ്റാമിന ഇല്ലാന്ന്. പക്ഷേ ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല. ഈ സ്റ്റാമിനയുള്ള പല കാര്യങ്ങളിലും ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണ് നമ്മൾ ഇന്ത്യക്കാർ. പക്ഷെങ്കിൽ ഫുട്ബോളിലും സ്പോർട്സിലൊക്കെ നമ്മൾ എവിടെ എത്താണ്ടായി പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗ്രാസ് റൂട്ട് ലെവലിൽ ഏറ്റവും ചെറിയ കുട്ടികൾക്ക് ഏറ്റവും നല്ല ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ എവിടെ എത്താണ്ടായി പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ UP സ്കൂളുകളിലൊക്കെ സ്പോർട്സ് നടക്കുന്ന സമയത്ത് നാട്ടിൻ പുറത്ത് വീടിലുള്ള സ്കൂളിൻ്റെ അടുത്ത് ചെന്നാൽ അവിടെ ട്രാക്ക് വരയുന്നത് റോഡുമലാണ്. എൻ്റെയൊക്കെ നാട്ടിലുള്ള സ്കൂളുകളിലും ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്, റോഡിൽ ട്രാക്ക് വരഞ്ഞിട്ട് ഓട്ട മത്സരം നടക്കുന്ന സ്കൂളുകളുള്ള നാടാണ് നമ്മളത്. അതേപോലെ തന്നെ ഇപ്പോഴും PT-ന്റെ പീരീഡ് കണക്കിൻ്റെ മാഷ് കയറി വരുന്ന സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിലുള്ള സ്കൂളുകളിലൊക്കെ നടക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഭീകരമായ അവസ്ഥ എന്ന് വെച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ഭൂരിഭാഗം രക്ഷിതാക്കളും. PT-ന്റെ പീരീഡ് കണക്കിൻ്റെ മാഷ് വന്നാൽ അത് അത്രയും നല്ല കാര്യം എന്ന് വിശ്വസിക്കുന്ന രക്ഷിതാക്കളുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള സമ്പ്രദായമൊക്കെ മാറ്റിയാൽ മാത്രമേ നമ്മൾ സ്പോർട്സിൽ മുകളിലോട്ട് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് പുസ്തകം നിഷേധിക്കുന്നത് എത്രത്തോളം വലിയ തെറ്റാണോ അത്രത്തോളം വലിയ തെറ്റാണ് കളിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പന്തും മൈതാനമൊക്കെ നിഷേധിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങളൊക്കെ പത്രപ്രവർത്തകരാണ്, നിങ്ങൾക്കൊക്കെ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളെങ്കിലും ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാ പഠിക്കാനും, കളിക്കാൻ ആഗ്രഹിക്കുന്നവരെ കളിക്കാനും, അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ കഴിവ് തെളിയിക്കുന്നവരെ ആ മേഖലയിലേക്ക് വിടാനുള്ള ഒരു കരുത്ത് എല്ലാവരും നേടിയെടുക്കുക. അതുപോലെ ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ എന്നോട് ഭൂരിഭാഗം ആൾക്കാരും ചോദിക്കും, എന്താണ് ഇങ്ങനെ കാലൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുന്നത് എന്നിങ്ങനെ ചോദിക്കലുണ്ട്. ഞാൻ അവരോടൊക്കെ പറയല് ഭഗത് സിംഗിനെ കുറിച്ചുള്ള കഥയാണ്. ഞാൻ എല്ലാ സ്ഥലത്തും പോയിട്ട് ഈ കഥ പറയലുണ്ട്. ഭഗത് സിംഗിനെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചത് ഭാരത് മാതാക്കി ജയ് വിളിച്ചതിനാണ്. വിധി നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടി ജയ് വിളിച്ചാൽ തൂക്കിക്കൊല്ലാണ്ട് വിടാന്ന് പറഞ്ഞപ്പോൾ ഭഗത് സിംഗ് പറഞ്ഞത്, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി മാത്രമേ ജയ് വിളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചിട്ട് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭഗത് സിംഗ് പറഞ്ഞത്, എനിക്ക് എൻ്റെ അമ്മേനെ കണ്ട് മരിക്കണം എന്നുണ്ട്, അതും നിങ്ങൾ സമ്മതിക്കെങ്കിലും മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഭഗത് സിംഗിന് ബ്രിട്ടീഷുകാർ അമ്മേനെ കാണാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തു. എന്താ വെച്ചാൽ തൂക്കിക്കൊല്ലുന്നതിന്റെ മുന്നേ അമ്മേനെ കാണുമ്പോഴെങ്കിലും ഇയാളൊന്ന് കരയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലുന്നതിന്റെ തൊട്ട് മുന്നേ ഭഗത് സിംഗിന്റെ അമ്മ ഇങ്ങനെ ഭഗത് സിംഗിനെ കാണാൻ വരുന്ന ഒരു രംഗമുണ്ട്. ഭഗത് സിംഗ് ഇങ്ങനെ ജയിലിൽ അഴി പിടിച്ച് നിൽക്കുമ്പോൾ ഭഗത് സിംഗിന്റെ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുമ്പോൾ ഭഗത് സിംഗിന്റെ അമ്മേനോട് പറയുന്നത്, എനിക്ക് എൻ്റെ അമ്മേനെ കണ്ട് മരിക്കണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷെങ്കിൽ സ്വന്തം മകൻ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ പോകുമ്പോൾ
കരയുന്ന അമ്മേനെ എനിക്ക് കാണണമെന്നില്ല, അമ്മേനെ കാണുമ്പോൾ എനിക്ക് പുച്ഛാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് ഭഗത് സിംഗ് ഇങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോൾ ഭഗത് സിംഗിന്റെ അമ്മ മോനെ ഭഗത് എന്ന് വിളിച്ചിട്ട് ഭഗത് സിംഗിനോട് പറയുന്നത്, ഞാൻ എൻ്റെ മകൻ മരിക്കുന്ന സങ്കടം കൊണ്ടല്ല കരയുന്നത്, നിന്നെ പോലെയുള്ള ഒരൊറ്റ മകനെ മാത്രമേ പ്രസവിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള സങ്കടം കൊണ്ടാണ് ഞാൻ കരയുന്നതെന്നാണ് ഭഗത് സിംഗിന്റെ അമ്മ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും ധീരന്മാരായ അമ്മയും മക്കളൊക്കെ ജീവിച്ച് മരിച്ചൊരു മണ്ണിലാണ് നമ്മളും പിറന്നു വീണത്. ഇവിടെ പിറന്നു വീഴുക എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് പിറന്നു വീണിട്ട് ഇത്രയും ധീരത കാണിച്ച ആളുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ട് മുടി നരച്ചു പോയതിന്, മുഖക്കുരു വന്നതിന്, തടിച്ചു പോയതിന്, മെലിഞ്ഞു പോയതിന്, കാല് മുറിച്ച് കളഞ്ഞതിനൊക്കെ സങ്കടപ്പെടുകയും കാര്യമൊക്കെ ചെയ്താൽ നമ്മുടെയൊക്കെ നിലവാരം എത്രയോ എത്രയോ താണുപോയി എന്നാണ് അർത്ഥം. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ജീവിതത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പോസിറ്റീവായിട്ട് കാണുക. നിങ്ങൾക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ അധികം സംസാരിക്കുന്നില്ല. സ്പോർട്സിൽ സമയം അത്രയും വിലപ്പെട്ടതാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. നന്ദി വൈശാഖ്, ഏറെ പ്രചോദനം നൽകുന്ന വാക്കുകൾക്ക്. ഇന്ത്യൻ ഫുട്ബോളിലെ എക്കാലത്തെ ഇതിഹാസമായ വി പി സത്യൻ എന്ന് പറയുന്ന ലെജൻഡിനെ കുറിച്ച് ഇറങ്ങിയ ഒരു പടമാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ജയസൂര്യാണ് അഭിനയിച്ചത്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ആ പടത്തിലൊക്കെ ഒരു ഡയലോഗ്, ഒരു കളിക്കാരന്റെ ആയുസ് അവന്റെ കാലുകളാണെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഒരു കളിക്കാരന്റെ ആയുസ് അവന്റെ തീരുമാനങ്ങൾ മാത്രമാണെന്നാണ്. ഒരു കളിക്കാരൻ്റെ എന്നല്ല, നമ്മളെയൊക്കെ എന്താണെന്ന് നിശ്ചയിക്കേണ്ടത് എപ്പോഴും നമ്മുടെ തീരുമാനങ്ങളായിരിക്കണം. അതേപോലെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ സങ്കടപ്പെടാതിരിക്കുക. എന്താ പറയുക, ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 2 എന്ന് പറയുന്ന ദിവസമാണ്. എൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ മറന്നാൽ ഞാൻ ആ ദിവസമാണ് ഏറ്റവും ഗംഭീരമായിട്ട് ആഘോഷിക്കൽ. ഞാൻ ഇന്ത്യക്ക് വേണ്ടി വോളിബോൾ കളിച്ചപ്പോഴും ഫുട്ബോൾ കളിച്ചപ്പോഴൊക്കെ 2-ാം നമ്പർ ജേഴ്സി ഇട്ടിട്ടാണ് കളിച്ചത്. ഞാൻ ക്ലബ്ബുകൾക്ക് വേണ്ടി സെവൻസൊക്കെ കളിക്കാൻ പോകുമ്പോഴൊക്കെ ജേഴ്സി സെലക്ട് ചെയ്യാനുള്ള അവസരമൊക്കെ ലഭിക്കുമ്പോൾ ഞാൻ 2-ാം നമ്പർ ജേഴ്സി ഇട്ടിട്ടാണ് കളിക്കുക. എനിക്ക് അതിനോട് ഇത്ര ഇഷ്ടം, ഇത്ര പ്രണയമൊക്കെ തോന്നാനുള്ള കാരണം എനിക്ക് അപകടം പറ്റിയിട്ട് കാല് മുറിച്ച് കളഞ്ഞ ദിവസമാണ് സെപ്റ്റംബർ 2. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് എൻ്റെ കാല് സ്വർഗത്തിൽ പോയ ദിവസമാണ് സെപ്റ്റംബർ 2 എന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ ആ ദിവസം അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടത് കൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റൂല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ് സങ്കടപ്പെടുക എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ പറ്റി, ഇങ്ങനെ പറ്റി, എൻ്റെ കാല് മുറിച്ച് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ആർക്കും പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ളതാണ് ധീരത. അപ്പോൾ സങ്കടപ്പെട്ടിരുന്നത് കൊണ്ട് ഒന്നും നേടാനാവില്ല. നിങ്ങളൊക്കെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സങ്കടപ്പെട്ടിരിക്കാതിരിക്കുക, അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഭൂരിഭാഗവും എന്താ പറയുക, രക്ഷിതാക്കളും കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു കാര്യോടെയും പറഞ്ഞ് നിർത്താം. നമ്മളൊക്കെ ഈ അടുത്ത് വേൾഡ് കപ്പ് നടന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ പല ചർച്ചകളിലും ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും പറയുന്നത്, ഇത്രയും കൂടി ജനങ്ങൾ ഉണ്ടായിട്ട് ഏഷ്യൻ രാജ്യങ്ങളൊക്കെ ഫുട്ബോളിൽ ഒരുപാട് മുന്നോട്ട് നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കൂടി ജനങ്ങൾ ഉണ്ടായിട്ട് നമ്മളെ നാട്ടുകാരെവിടെ എത്താണ്ടായി പോയെന്നുള്ള ചോദ്യം വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഭൂരിഭാഗം ആൾക്കാർ ഇപ്പോഴും പറയുന്നത് ഇന്ത്യക്കാർക്ക് സ്റ്റാമിന ഇല്ലാന്ന്. പക്ഷേ ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല. ഈ സ്റ്റാമിന ഉള്ള പല കാര്യങ്ങളിലും ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണ് നമ്മൾ ഇന്ത്യക്കാർ. പക്ഷെങ്കിൽ ഫുട്ബോളിലും സ്പോർട്സിലൊക്കെ നമ്മൾ എവിടെ എത്താണ്ടായി പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗ്രാസ് റൂട്ട് ലെവലിൽ ഏറ്റവും ചെറിയ കുട്ടികൾക്ക് ഏറ്റവും നല്ല ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ എവിടെ എത്താണ്ടായി പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ UP സ്കൂളുകളിലൊക്കെ സ്പോർട്സ് നടക്കുന്ന സമയത്ത് നാട്ടിൻപുറത്തോടിലുള്ള സ്കൂളിൻ്റെ അടുത്ത് ചെന്നാൽ അവിടെ ട്രാക്ക് വരയുന്നത് റോഡുമലാണ്. എൻ്റെയൊക്കെ നാട്ടിലുള്ള സ്കൂളുകളിലും ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്, റോഡിൽ ട്രാക്ക് വരഞ്ഞിട്ട് ഓട്ട മത്സരം നടക്കുന്ന സ്കൂളുകളുള്ള നാടാണ് നമ്മുടേത്. അതേപോലെ തന്നെ ഇപ്പോഴും PT-ൻ്റെ പീരീഡ് കണക്കിൻ്റെ മാഷ് കയറി വരുന്ന സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിലുള്ള സ്കൂളുകളിലൊക്കെ നടക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഭീകരമായ അവസ്ഥ എന്ന് വെച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ഭൂരിഭാഗം രക്ഷിതാക്കളും. PT-ൻ്റെ പീരീഡ് കണക്കിൻ്റെ മാഷ് വന്നാൽ അത് അത്രയും നല്ല കാര്യം എന്ന് വിശ്വസിക്കുന്ന രക്ഷിതാക്കളുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള സമ്പ്രദായമൊക്കെ മാറ്റിയാൽ മാത്രമേ നമ്മൾ സ്പോർട്സിൽ മുകളിലോട്ട് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് പുസ്തകം നിഷേധിക്കുന്നത് എത്രത്തോളം വലിയ തെറ്റാണോ അത്രത്തോളം വലിയ തെറ്റാണ് കളിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പന്തും മൈതാനമൊക്കെ നിഷേധിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങളൊക്കെ പത്രപ്രവർത്തകരാണ്, നിങ്ങൾക്കൊക്കെ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളെങ്കിലും ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാ പഠിക്കാനും, കളിക്കാൻ ആഗ്രഹിക്കുന്നവരെ കളിക്കാനും, അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ കഴിവ് തെളിയിക്കുന്നവരെ ആ മേഖലയിലേക്ക് വിടാനുള്ള ഒരു കരുത്ത് എല്ലാവരും നേടിയെടുക്കുക. അതുപോലെ ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ എന്നോട് ഭൂരിഭാഗം ആൾക്കാരും ചോദിക്കും, എന്താണ് ഇങ്ങനെ കാലൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുന്നത് എന്നിങ്ങനെ ചോദിക്കലുണ്ട്.
ഞാൻ അവരോടൊക്കെ പറയല് ഭഗത് സിംഗിനെ കുറിച്ചുള്ള കഥയാണ്. ഞാൻ എല്ലാ സ്ഥലത്തും പോയിട്ട് ഈ കഥ പറയലുണ്ട്. ഭഗത് സിംഗിനെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചത് ഭാരത് മാതാ കി ജയ് വിളിച്ചതിനാണ്. വിധി നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടി ജയ് വിളിച്ചാൽ തൂക്കിക്കൊല്ലാണ്ട് വിടാന്ന് പറഞ്ഞപ്പോൾ ഭഗത് സിംഗ് പറഞ്ഞത് ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി മാത്രമേ ജയ് വിളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചിട്ട് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭഗത് സിംഗ് പറഞ്ഞത് എനിക്ക് എൻ്റെ അമ്മേനെ കണ്ട് മരിക്കണം എന്നുണ്ട്, അതും നിങ്ങൾ സമ്മതിക്കെങ്കിലും മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഭഗത് സിംഗിന് ബ്രിട്ടീഷുകാർ അമ്മേനെ കാണാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തു. എന്താ വെച്ചാൽ തൂക്കിക്കൊല്ലുന്നതിന്റെ മുന്നേ അമ്മേനെ കാണുമ്പോഴെങ്കിലും ഇയാളൊന്ന് കരയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലുന്നതിന്റെ തൊട്ട് മുന്നേ ഭഗത് സിംഗിന്റെ അമ്മ ഇങ്ങനെ ഭഗത് സിംഗിനെ കാണാൻ വരുന്ന ഒരു രംഗമുണ്ട്. ഭഗത് സിംഗ് ഇങ്ങനെ ജയിലിൽ അഴി പിടിച്ച് നിൽക്കുമ്പോൾ ഭഗത് സിംഗിന്റെ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുമ്പോൾ ഭഗത് സിംഗിന്റെ അമ്മേനോട് പറയുന്നത് എനിക്ക് എൻ്റെ അമ്മേനെ കണ്ട് മരിക്കണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷെങ്കിൽ സ്വന്തം മകൻ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ പോകുമ്പോൾ കരയുന്ന അമ്മേനെ എനിക്ക് കാണണമെന്നില്ല, അമ്മേനെ കാണുമ്പോൾ എനിക്ക് പുച്ഛാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് ഭഗത് സിംഗ് ഇങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോൾ ഭഗത് സിംഗിന്റെ അമ്മ മോനെ ഭഗത് എന്ന് വിളിച്ചിട്ട് ഭഗത് സിംഗിനോട് പറയുന്നത് ഞാൻ എൻ്റെ മകൻ മരിക്കുന്ന സങ്കടം കൊണ്ടല്ല കരയുന്നത്, നിന്നെ പോലെയുള്ള ഒരൊറ്റ മകനെ മാത്രമേ പ്രസവിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള സങ്കടം കൊണ്ടാണ് ഞാൻ കരയുന്നതെന്നാണ് ഭഗത് സിംഗിന്റെ അമ്മ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും ധീരന്മാരായ അമ്മയും മക്കളൊക്കെ ജീവിച്ച് മരിച്ചൊരു മണ്ണിലാണ് നമ്മളും പിറന്നു വീണത്. ഇവിടെ പിറന്നു വീഴുക എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് പിറന്നു വീണിട്ട് ഇത്രയും ധീരത കാണിച്ച ആളുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ട് മുടി നരച്ചു പോയതിന്, മുഖക്കുരു വന്നതിന്, തടിച്ചു പോയതിന്, മെലിഞ്ഞു പോയതിന്, കാല് മുറിച്ച് കളഞ്ഞതിനൊക്കെ സങ്കടപ്പെടുകയും കാര്യമൊക്കെ ചെയ്താൽ നമ്മുടെയൊക്കെ നിലവാരം എത്രയോ എത്രയോ താണുപോയി എന്നാണ് അർത്ഥം. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ജീവിതത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പോസിറ്റീവായിട്ട് കാണുക. നിങ്ങൾക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ അധികം സംസാരിക്കുന്നില്ല. സ്പോർട്സിൽ സമയം അത്രയും വിലപ്പെട്ടതാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. നന്ദി വൈശാഖ്, ഏറെ പ്രചോദനം നൽകുന്ന വാക്കുകൾക്ക്. അടുത്തത് നമ്മുടെ ജേഴ്സിയുടെ ഔപചാരിക പ്രകാശനമാണ്. ജേഴ്സി സ്പോൺസർ ചെയ്ത ഇമേജ് മൊബൈൽസിൻ്റെ ഷോറൂം മാനേജർ ഹിരൺ ശശി വൈശാഖിന്. ഹിരൺ ശശി രണ്ടുപേർക്കും സർ. നമസ്കാരം. കാലിക്കറ്റ് പ്രസ് ക്ലബ് ഏറെ തിരക്കേറിയ ഒരു മാധ്യമ പ്രവർത്തനത്തിനിടെ നിങ്ങളിങ്ങനെ ഒരു ദിവസം കണ്ടെത്തിയതിന് ഏറെ ശ്രദ്ധേയമാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രസ് ക്ലബ് മെമ്പേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ ആംബ്യൂട്ടി ഇന്ത്യൻ ക്യാപ്റ്റനായ വൈശാഖിനും എൻ്റെയും ഇമേജ് മൊബൈൽസും കമ്പ്യൂട്ടേഴ്സിൻ്റെയും പേരിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഈ കായികമേളക്ക് ആശംസ നൽകുന്നതിന് വേണ്ടി രാജേന്ദ്ര മാധ്യമപ്രവർത്തകൻ, കായിക മാധ്യമപ്രവർത്തകൻ കമാൽ കെഷനി. സുഹൃത്തുക്കളെ, സാധാരണഗതിയിൽ നമ്മൾ സ്പോർട്സ് ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും അടുത്ത് ലഭിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെ MLA അല്ലെങ്കിൽ കലക്ടർ ഇവരെയൊക്കെയാണ് വിളിക്കാറ്. ഇവർ വരുന്നു, രണ്ട് വാക്ക് സംസാരിക്കുന്നു, ഉദ്ഘാടനം ചെയ്തു പോകുന്നു. ഇത്രയാണ് സാധാരണഗതിയിലുള്ള പ്രസ് ക്ലബിൻ്റെ ഒരു സ്പോർട്സ് മീറ്റ് ഇനാഗുറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ വൈശാഖ് ഇവിടെ നടത്തിയത് വൺ ഓഫ് ദ എവർ ബെസ്റ്റ് മോട്ടിവേറ്റിംഗ് സ്പീച്ചാണ്. അല്ലേ കൈയടിക്കാൻ വേണ്ടി പറയുകയല്ല, മറിച്ച് ഒരു 10 മിനിറ്റ് നമ്മളൊക്കെ ഇങ്ങനെ ഒരു ശരിക്കും സെപ്റ്റംബർ 2 എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ ഞാൻ കരുതി വേറെ ഏതെങ്കിലും ഒരു ഡേറ്റ് ആണ് ഈ സെപ്റ്റംബർ 2 എന്നാണ്. അതായത് ആരുടെയെങ്കിലും ജന്മദിനമോ. സാധാരണഗതിയിൽ നമുക്കൊക്കെ ഓർമ്മയുള്ള ദിവസം ഏതാ? നമ്മുടെ ബർത്ത്ഡേ അല്ലേ? അതാണ് നമ്മൾ ഏകദേശം നന്നായിട്ട് ഇപ്പോൾ FB ഒക്കെ ഉള്ളത് കൊണ്ട് ആഘോഷിക്കുക. പക്ഷേ സ്വന്തം കാല് നഷ്ടമായ ഒരു ദിവസം അതിനെ ജേഴ്സി നമ്പറാക്കി മാറ്റിയിട്ട് അത് ഏറ്റവും നല്ല ദിവസമായി കണ്ട് ആഘോഷിക്കുന്ന ഒരാൾ കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തോ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല, അല്ലേ? അത്രയും എന്താണ് നമുക്ക് മോട്ടിവേറ്റ്, നമുക്ക് മാത്രമല്ല, നമ്മൾ കുറേ പരിപാടികളൊക്കെ ഇങ്ങനെ സംസാരിച്ചാൽ ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ആ ഓഡിയൻസിന് വേണ്ടി അല്ലെങ്കിൽ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന വളരെ നല്ല സ്പീച്ച്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ സ്പോർട്സ് മീറ്റ് ഞാൻ EP-ക്കും സജിത്തിനും
രാകേഷിനും വളരെ പ്രത്യേകം നന്ദി പറയുന്നു. കാരണം ഞാൻ പോവാൻ നിന്നതാണ്, കാരണം 1-2 കല്യാണങ്ങളുണ്ട്. അപ്പോൾ EP ആണ് പറഞ്ഞത് വൈശാഖിത എത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ആ കാത്തു നിന്നതിന് വലിയ ഫലമുണ്ടായി. കാരണം നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ് ഇത്തരം സ്പീച്ച്. ഒരു കാല് നഷ്ടമായ ഒരാളാണ് ഇന്ത്യൻ ആംപ്യൂട്ടി ടീമിൻ്റെ ക്യാപ്റ്റൻ, അത് മലയാളിയാണ്. ആ ഭഗത് സിംഗിൻ്റെ കഥകളൊക്കെ പറയുമ്പോഴേ നമ്മുടെ മുന്നിൽ, അതായത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകരോട് പറയുന്ന ഇതാണ്. കാരണം നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പിണങ്ങുന്നവരാണ്, അത് പാടില്ല. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സക്സസ് ആണ്, വിജയം വരെ നമ്മൾ പോരാടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് നമ്മുടെ വൈശാഖ് മുന്നിലുണ്ട്. സോ നമ്മുടെ ഇനി മനസ്സിൽ കാണേണ്ടത്, എന്ത് പ്രതിസന്ധി വരുമ്പോഴും വൈശാഖ് പറഞ്ഞ വാക്കുകളാവട്ടെ. സ്പോർട്സ് മീറ്റിന് എല്ലാ ഭാഗങ്ങളും താങ്ക് യു വൈശാഖ്, വളരെ ശക്തനായിട്ട് പോകണം. താങ്ക് യു. നമുക്ക് മത്സരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അടുത്തതായി ആശംസ നേരുന്നതിന് വേണ്ടി പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം M. ഫിറോസ് ഖാൻ. പ്രിയമുള്ളവരെ, സാധാരണഗതിയിൽ സ്പോർട്സ് ഡേയുടെ അത്ര പ്രാധാന്യമില്ലാത്തൊരു ചടങ്ങാണ് ഉദ്ഘാടന ചടങ്ങ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം നടത്തി പോവുക. പക്ഷെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉദ്ഘാടന ചടങ്ങാണ്. ഈ ഉദ്ഘാടന ചടങ്ങിൽ വൈശാഖ് നടത്തിയ പ്രസംഗം, അത് എല്ലാവരെയും, ഇവിടെ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുമായിരുന്നു. സാധാരണ കുട്ടികൾ ഈ സമയത്ത് ഓടിക്കളിക്കാറാണ് പതിവ്. അവർ പോലും വളരെ അച്ചടക്കത്തോടെ വളരെ കാത് കൂർപ്പിച്ച് കേട്ടു. അത് ആ പ്രസംഗത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സത്യത്തിൽ സ്വന്തം തമാശയെ പറയില്ല, നമ്മളൊക്കെ സ്വയം കണ്ടിച്ചാടി ഭരിക്കാൻ തോന്നും. കാരണം ഇപ്പോഴത്തെ എല്ലാ സൗകര്യങ്ങളും അങ്ങ് ഇതൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മളൊക്കെ എപ്പോഴും നിരാശരും എന്താ പറയുക നിരാലംബരമൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് ആ ദിവസം കമാൽ പറഞ്ഞു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ ദിവസം എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായാലും എത്ര ദീർഘിച്ചു പോയാലും ഈ ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് ഈ ഉദ്ഘാടന ചടങ്ങ് നിൽക്കും. അതിൻ്റെ വൈശാഖിന് പ്രത്യേകം നന്ദി, പ്രത്യേകം താങ്ക്സ് പറയുന്നു. അത് വൈശാഖിനെ ക്ഷണിച്ച നമ്മുടെ ഭാരവാഹികളായ EP-ക്കും സജിത്തിനും രാകേഷിനൊക്കെ പ്രത്യേകം നന്ദി പറയുകയാണ്. ഇന്നത്തെ ദിവസം ശരിക്കും സാർത്ഥകമായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ കുടുംബമേള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ജനറൽ കൺവീനർ PS രാകേഷാണ്. രാകേഷ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വൈകുന്നേരം നമ്മുടെ കുടുംബമേളയുടെ ആദ്യഘട്ടമായ സ്പോർട്സ് ഡേ ആണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ അടുത്ത ഞായറാഴ്ച ആർട്സ് ഡേ ഉണ്ട്. അതിനുശേഷം 26 നമ്മുടെ കുടുംബപ്പള്ളി. ഇതിൻ്റെ പരിപാടികൾ ഏറ്റവും മികച്ച തുടക്കമായിട്ടാണ് ഞാൻ ഈ ഉദ്ഘാടനത്തിൽ കാണുന്നത്. എന്നിപ്പോൾ ഈ കുട്ടികളൊക്കെ ഇരിക്കുന്ന ഞങ്ങൾക്ക് എൻ്റെ മകൾ വന്നില്ലല്ലോ ഉള്ള വിഷമത്താണ് ഞാൻ നിൽക്കുന്നത്. കാരണം കുട്ടികൾ കേൾക്കേണ്ട പ്രസംഗമായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഒന്നും നിർബന്ധിച്ചാൽ മോള് വരുമായിരുന്നു. ഞാൻ വലിയൊരു താല്പര്യം കാണിച്ചില്ല. ഇപ്പോൾ എനിക്ക് വലിയ കുറ്റപ്പാടെന്ന് തോന്നുന്നുണ്ട്. എല്ലാ കുട്ടികളും കേൾക്കേണ്ട ഒരു പ്രസംഗം തന്നെയായിരുന്നു. പ്രസംഗം എന്നല്ല പറയുന്നത്, ഉള്ളിൽ നിന്ന് വാക്കുകളായിരുന്നു. അത് മിസ് ചെയ്തത് ഇന്ന് വരാത്തവർക്ക് വലിയ നഷ്ടമായി തന്നെ ഞാൻ തോന്നുന്നു. എന്തായാലും ഈ കുടുംബമേള പരിപാടികൾക്ക് വലിയൊരു തുടക്കം, മികച്ചൊരു സ്റ്റാർട്ട് കിട്ടിയത് ഈ പരിപാടിയിൽ നിന്നാണ്. ഒരിക്കൽ കൂടി ഞാൻ വൈശാഖിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇമേജ് കഴിഞ്ഞ് 2 വർഷമായി നമുക്ക് എല്ലാ കുടുംബമേളയ്ക്കും അവർ തന്നെയാണ് ജേഴ്സി സ്പോൺസർ ചെയ്യുന്നത്. അവരോടും കുടുംബമേള ജനറൽ കൺവീനറിലേക്ക് ആ സ്ഥാപനത്തിൻ്റെ അണിയറ പ്രവർത്തനത്തോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ പരിപാടിക്ക് എത്തിയ എല്ലാവർക്കും കൺവീനർ എന്ന നിലയ്ക്കും പ്രസ് ക്ലബിൻ്റെ എളിയ പ്രവർത്തന നിലയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറയും. പ്രസ് ക്ലബിന്റെ ഭാരവാഹികൾ ട്രഷറർ P. പ്രജിത്ത്, വൈസ് പ്രസിഡന്റുമാരായ A. ബിജുനാഥ്, KS രേഷ്മ, ജോയിന്റ് സെക്രട്ടറി സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികളായ ദീപക് ധർമ്മടം, വ്യാസ് പി റാം, നിസാർ കോമണ്ണ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. നമുക്ക് നമ്മുടെ മത്സരങ്ങളിലേക്ക് പോകണം. ഈ ചടങ്ങിന് ഔപചാരികമായി നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ സ്പോർട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ വ്യാസ് പി റാമിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കൂടുതൽ സംസാരിക്കുന്നില്ല, നമ്മുടെ സമയം ഏറെ വൈകിയാണ്. പക്ഷെങ്കിലും എല്ലാവരും ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ വൈശാഖാണ്. വൈശാഖ് ഇന്നലെ മിനിഞ്ഞാന്ന് വിളിച്ചപ്പം വൈശാഖ് പാലക്കാടായിരുന്നു. എന്നിട്ടും വൈശാഖ് പാലക്കാട് നിന്നും ഇന്ന് നമ്മളുടെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഇന്നലെ രാത്രി ഇവിടെ എത്തുകയും ഇന്ന് രാവിലെ പേരാമ്പ്രയിൽ നിന്ന് ഇവിടെ എത്തുകയും നമ്മുടെ ഇവിടെ എന്തായാലും പങ്കെടുക്കും എന്ന് ഇവിടെ വരികയും ചെയ്തതാണ്. വൈശാഖ് നമ്മുടെ ഈ പരിപാടിക്ക് നമ്മുടെ നേരത്തെ രാകേഷ് പറഞ്ഞ പോലെ നമ്മുടെ വൈകുന്നേരം എന്നുള്ള പ്രോഗ്രാമിൻ്റെ മൊത്തമായിട്ടുള്ള കുടുംബമേളയ്ക്കുള്ള തുടക്കം എന്നുള്ളതിലേക്ക് വൈശാഖിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് നമുക്ക് വൈശാഖിന് കിട്ടിയില്ല. അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ ക്ഷീണം സ്വീകരിച്ച് ഇവിടെ എത്തിയ വൈശാഖിന് എല്ലാവർക്കും വേണ്ടി, പ്രസ് ക്ലബിന് വേണ്ടിയും നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയും വൈശാഖിന് നമ്മുടെ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ നമ്മുടെ
പ്രോഗ്രാമിൻ്റെ ഈ കഴിഞ്ഞ വർഷത്തെ സ്പോർട്സ് മേളയായാലും ഈ വർഷത്തെ സ്പോർട്സ് മേളയായാലും എല്ലാ കാലത്തും നമ്മുടെ കൂടെ നിൽക്കുന്ന ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ സാരഥിയായിട്ടുള്ള കോഴിക്കോട് ബ്രാഞ്ച് മാനേജർ NCC ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെയും നമ്മളോട് സഹകരിക്കുന്ന ഹിരൺ ശശിക്ക് നമ്മുടെ പ്രസ് ക്ലബിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. കൂടാതെ നമ്മുടെ കാരണവരായിട്ടുള്ള കമാൽ കണ്ട്, ഫിറോസ് കണ്ട്, ബാക്കിയുള്ള പ്രസ് ക്ലബിൻ്റെ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ പ്രോഗ്രാം പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മെമ്പർമാരെയും നന്ദി അറിയിക്കുകയാണ്. കൂടാതെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടി നമുക്ക് ഭക്ഷണം നൽകുന്നത് യാഷ് ഇൻ്റർനാഷണൽ ഹോട്ടലാണ്, മാവൂർ റോഡിലെ യാഷ് ഇൻ്റർനാഷണൽ ഹോട്ടൽ. യാഷ് ഇൻ്റർനാഷണലിൻ്റെ പ്രതിനിധികൾക്കും അതിൻ്റെ ബന്ധപ്പെട്ടവർക്കും നമ്മുടെ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം, കൂടാതെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ നടക്കുന്ന ഇതിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിലെ കുട്ടികളാണ്. അവരെയും നമ്മൾ ഇതിനെ നന്ദി അറിയിക്കുന്നു. Okay, ready?